ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല വശവും ചീത്ത വശമുണ്ട്. ഫ്യൂവൽ സിസ്റ്റംസും അതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യകാലത്തിൽ കാർബറേറ്റർ എൻജിൻസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് മാറി. ഇപ്പോഴത്തെ കുറേ സോഫിസ്റ്റിക്കേറ്റഡ് എൻജിൻസ് യൂസ് ചെയ്യുന്നത് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് പെട്രോൾ ഓൺലി. നമ്മൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് പണ്ട് തൊട്ടുള്ള കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പെട്രോളിൻ്റെ വേരിയേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാർബറേറ്ററിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷനിലെത്തി. നമുക്കറിയാം, സോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുകയാണ്. നമുക്ക് പോർട്ട് ഇഞ്ചക്ഷനും ഡയറക്റ്റ് ഇഞ്ചക്ഷനും ഉണ്ട്. ഇതിന് ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നമുക്ക് വീഡിയോയിൽ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് പോർട്ട് ഇഞ്ചക്ഷൻ, എന്താണ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻലെറ്റ് വാൽവിൻ്റെ പുറകിലേക്കായിരിക്കും. അതായത് നമ്മുടെ വാൾവ് സ്റ്റെമ്മിൻ്റെ സൈഡിലേക്കായിരിക്കും നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഈ ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ പോർഷനിലായിരിക്കും. അതായത് നമ്മുടെ ഇൻലെറ്റ് പോർട്ടിൻ്റെ സൈഡിലായിരിക്കും നമ്മുടെ ഈ പോർട്ട് ഇഞ്ചക്ഷൻ ഫ്യൂവൽ സിസ്റ്റംസ് ഇഞ്ചക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മറിച്ച് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിൻ്റെ ടിപ്പ്, അതായത് നോസിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻജിൻ്റെ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്കായിരിക്കും. നോർമലി ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എൻജിൻ്റെ അകത്ത് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നിയർലി അറ്റ് ദ സെൻറ്റർ ഓഫ് കമ്പഷൻ ചേമ്പർ ആയിരിക്കും. മറ്റ് ചില ഗ്യാസോളിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പഷൻ ചേമ്പറിൻ്റെ ഒരു സൈഡിലായിരിക്കും. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗിന് നേരെയുള്ള പോർഷനിലേക്കും ആയിരിക്കും ഒരു നോർമൽ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻ്റെ അകത്ത് നമ്മുടെ ഗ്യാസോളിൻ ഇഞ്ചക്ഷൻ എൻജിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് എവിടെ പ്ലേസ് ചെയ്യുന്നു, ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ നമ്മൾ ഇൻടേക്ക് വാൽവിന് നേരെ പുറകിലായിരിക്കും ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്യുന്നത്. സോ ഇൻലെറ്റ് വാൽവിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഡെപ്പോസിറ്റ്, നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ ഒരു PCV ഉണ്ട്, അതായത് പോസിറ്റീവ് ക്രാങ്ക് വെസൽ വെന്റിലേഷൻ. സോ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻലെറ്റ് പോർട്ടിലേക്കാണ്. ഇൻലെറ്റ് പോർട്ടിലേക്കുള്ളതുകൊണ്ട് നമ്മുടെ കുറച്ച് കണ്ടാമിനൻസ് ഫ്രഷ് ഇൻലെറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ വാൽവിൻ്റെ അകത്ത് കുറച്ച് ഡെപ്പോസിറ്റ്സ് ഫോം ചെയ്യും. സോ ഈ ഡെപ്പോസിറ്റ്സിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഫ്യൂവൽ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻലെറ്റ് വാൽവിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഡേർട്ട് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ അവിടെ റിമൂവ് ആയിട്ട് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ എക്സോസിലൂടെ പുറന്തള്ളാൻ വേണ്ടിയുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് നമ്മൾ ഡയറക്റ്റ് കമ്പഷൻ ചേമ്പറിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇൻലെറ്റ് വാൽവിൻ്റെ അകത്ത് വരുന്ന ഡെപ്പോസിറ്റ്സിനെ റിമൂവ് ചെയ്യുക എന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഡെഫിനറ്റ്ലി കൺസ്ട്രക്ഷണൽ വേരിയേഷൻസ് ഒന്നുമില്ലാത്ത രണ്ട് എഞ്ചിൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നിൻ്റെ അകത്ത് മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനും മറ്റേതിൻ്റെ അകത്ത് ഗ്യാസോളിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഗ്യാസോളിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ്റെ അകത്ത് വാൽവ് ഡെപ്പോസിറ്റ്സ് വളരെ കൂടുതലായിട്ട് കാണാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. മറിച്ച് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇൻലെറ്റ് വാൽവ്സ് കൂടുതൽ ക്ലീനർ ആയിരിക്കും. സോ നമ്മളിനി എൻജിൻ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എൻജിൻ സ്റ്റാർട്ടിങ്ങിൽ കോൾഡ് സ്റ്റാർട്ടിങ് പീരീഡിൽ നമുക്ക് എൻജിൻ്റെ അകത്ത് പ്രോപ്പർ അറ്റമൈസേഷൻ ഒരു ഗ്യാസോളിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അത് സംഭവിക്കണമെങ്കിൽ നമുക്ക് എൻജിനുള്ളിൽ ഹീറ്റ് വേണം. പക്ഷേ എൻജിൻ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഹീറ്റ് അവൈലബിൾ അല്ല. സോ നമുക്ക് ബെറ്റർ അറ്റമൈസേഷൻ നടക്കണമെങ്കിൽ, അതായത് ഫ്യൂവലും എയറും കൂടെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ കൂടുതൽ ടൈം വേണം. സോ ഐ ഓൾറെഡി സെഡ് ദാറ്റ് നമ്മൾ ഗ്യാസോളിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം, ഫ്യൂവൽ മിക്സിങ് നടക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ നമുക്ക് കൂടുതൽ ടൈം അവൈലബിൾ ആണ്. സോ സ്റ്റാർട്ടിങ്ങിൽ ബെറ്റർ കോൾഡ് സ്റ്റാർട്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. മാത്രമല്ല വാൾവ് വെറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഫ്യൂവൽ ക്വാണ്ടിറ്റി നമുക്ക് എഞ്ചിനുള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യാനും ഈസി ആയിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും പെട്ടെന്ന് വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനകത്ത് നമ്മൾ ഫ്യൂവൽ ഡയറക്റ്റ് എഞ്ചിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റാർട്ടിങ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷനകത്ത് നമ്മൾ നേരത്തെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് കമ്പഷന് മുമ്പ് സംഭവിക്കുകയില്ല. സോ ഈസി കമ്പഷൻ ഇനിഷ്യേറ്റീവ് നമുക്ക് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എഞ്ചിൻ ഒരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ ഒരു വളരെ വ്യത്യസ്ത പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കമ്പഷൻ ചേമ്പറിനുള്ളിലെ പ്രഷർ വളരെ കൂടുതലായിരുന്നു. തന്നെ ഗ്യാസോളിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനകത്ത് ഇഞ്ചക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ മാത്രമേ അവിടെ അറ്റമൈസേഷൻ പ്രോപ്പറായി നടക്കുകയുള്ളൂ. സോ ഈ ഉയർന്ന പ്രഷർ കാരണം തന്നെ അവിടെ ഫ്യൂൽ അറ്റമൈസേഷൻ കൂടുതൽ ഈസി ആയിരിക്കും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമ്മൾ
എഞ്ചിനുള്ളിലേക്ക് എയർ എത്തുമ്പോഴത്തേക്ക് ആ എയറിൻ്റെ ടോട്ടൽ വോളിയത്തിനകത്ത് കുറച്ച് പോർഷനായിരിക്കും നമ്മൾ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നത്. പക്ഷേ മറിച്ച് ഡയറക്റ്റ് ഇഞ്ചക്ഷനകത്ത് നമ്മൾ ആ പോർഷനിൽ കയറേണ്ട എയർ ഫുള്ള് കയറിയതിന് ശേഷം ഇൻ അഡീഷനാണ് നമ്മൾ എഞ്ചിനുള്ളിലേക്ക് വെച്ചാണ് നമ്മൾ കമ്പഷൻ ചേമ്പറിനുള്ളിലാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് എയർ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷനെ അപേക്ഷിച്ച് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനകത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് എയർ ഉള്ളിലേക്ക് എത്താൻ സാധിക്കും. സോ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്ര വോളിയം ഓഫ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യാൻ നമ്മുടെ ഡയറക്റ്റ് ഇഞ്ചക്ഷനകത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻസ് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആകുന്നത്. കാരണം നമുക്ക് കൂടുതൽ എയറിൻ്റെ കണ്ടൻറ്റിനുള്ളിലേക്ക് എത്താൻ സാധിക്കും. ബെറ്റർ അറ്റോമൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷന് സാധിക്കും. പക്ഷേ നമുക്ക് കൂടുതൽ ട്യൂൺ ചെയ്യാൻ വേണ്ടി കൂടുതൽ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി, കാരണം ഒരുപാട് പ്രഷർ യൂസ് ചെയ്യാതെ തന്നെ കൂടുതൽ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞ് പോർട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനകത്താണ്. പിന്നെ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷണൽ ഡിഫിക്കൽറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ MPFI ഫ്യൂവൽ സിസ്റ്റംസ് കൂടുതൽ ഈസി ആയിരിക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടി. കാരണം അതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് ഫ്യൂവൽ പ്രഷർ പമ്പ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. പക്ഷേ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് വളരെ ഉയർന്ന പ്രഷർ, ഈവൻ നമ്മളൊരു ടർബോ ചാർജർ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അതിലും കൂടിയ പ്രഷർസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു ഫോഴ്സ് ഇൻഡക്ഷൻ സിസ്റ്റത്തിനകത്ത് കമ്പഷൻ ചെയ്യുന്നതിനുള്ളിൽ വരുന്ന പ്രഷർ, എയർ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉയർന്ന ഇഞ്ചക്ഷൻ പ്രഷറിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ നമുക്ക് പ്രഷർ പമ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത് നമ്മുടെ കൺസ്ട്രക്ഷണൽ ഡിഫിക്കൽട്ടീസ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സോ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷനായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ഡിസൈൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ ബെറ്റർ എഫിഷ്യൻറ്റ് എഞ്ചിനാണ് നമ്മളുടെ എയിം എങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നത് എപ്പോഴും ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പെർഫോമൻസ് എഞ്ചിൻസ് എല്ലാം തന്നെ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷന് അധികമായിട്ട് പ്രിഫർ ചെയ്യുന്നത്. സോ ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാൻ കഴിയും, എഞ്ചിൻ സ്റ്റാർട്ടിംഗ് പീരീഡിൽ നമുക്ക് ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. പക്ഷേ എഞ്ചിൻ വാമപ്പ് ആയതിനു ശേഷം ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. സോ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അതുകൊണ്ടാണ് പെർഫോമൻസ് എഞ്ചിനിൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഏത് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയിരിക്കും വളരെ ഉയർന്ന RPMൽ നമുക്ക് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ ഉയർന്ന RPMൽ നമുക്ക് വളരെ കുറച്ച് ടൈമേ ഫ്യൂവൽ അറ്റോമൈസേഷന് കിട്ടുകയുള്ളൂ. ഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ നമ്മൾ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് സക്ഷൻ സ്ട്രോക്കിന് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ടൈമേ ഫ്യൂവൽ അറ്റോമൈസേഷന് കിട്ടുകയുള്ളൂ. സോ നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് ആ സെയിം എഞ്ചിനിൽ ആ സെയിം RPMൽ നമ്മൾ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ആ ഹൈ RPM റേഞ്ചിൽ നമുക്ക് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ഫ്യൂവൽ മിക്സിങ്ങിന് നമുക്കറിയാം ഹോമോജീനിയസ് മിക്സ്ചർ, അതായത് സ്ലൈറ്റ്ലി റിച്ച് മിക്സ്ചർ ആയിരിക്കും നമുക്ക് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്യൂവൽ നേരത്തെ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്യൂവൽ അറ്റോമൈസേഷനും ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ വളരെ ഉയർന്ന RPMൽ നമുക്ക് ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. സോ ഏറ്റവും കുറഞ്ഞ എഞ്ചിൻ RPMൽ, അതായത് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് പീരീഡിൽ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും ബെറ്റർ. പക്ഷേ ഒരു മീഡിയം RPMൽ ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആയിരുന്നു. കാരണം ഒരു വൈഡ് റേഞ്ച് ഓഫ് RPMലായിരിക്കും ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇപ്പോഴത്തെ മോഡേൺ എഞ്ചിൻസിൽ കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാര്യം. പക്ഷേ വളരെ ഉയർന്ന RPM കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ബെറ്റർ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. സോ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം നമുക്ക് ബെറ്റർ കോൾ സ്റ്റാർട്ടിങ്, ബെറ്റർ മിഡ് റേഞ്ച് RPM പെർഫോമൻസ്, അതായത് വളരെ ഉയർന്ന RPMൽ നമുക്ക് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഉയർന്ന കൂടുതൽ ഹോഴ്സ് പവറും കൂടുതൽ വണ്ടിക്ക് കൂടുതൽ ആക്സിലറേഷനും ബെറ്റർ പെർഫോമൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ഹൈപ്പർ കാർ എഞ്ചിൻസിനകത്ത് ഡയറക്റ്റ് ഇഞ്ചക്ഷനും പോർട്ട് ഇഞ്ചക്ഷനും ഒരുമിച്ച് യൂസ് ചെയ്യാൻ കാര്യം. സോ വാഹനത്തിനകത്ത് സ്റ്റാർട്ടിംഗ് പീരീഡിൽ നമ്മൾ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് ബെറ്റർ കോൾ സ്റ്റാർട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. മറിച്ച് ഓവറോൾ എഞ്ചിൻ RPM റേഞ്ചിൽ മോഡറേറ്റ്ലി നമ്മൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. ഇൻ അഡീഷൻ അറ്റ് ദ എൻഡ് കൂടുതൽ ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വീണ്ടും അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യും. സോ നമ്മുടെ ഗ്രേറ്റർ ഒരു ആപ്ലിക്കേഷൻ പ്രീ കമ്പഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കൂടെ കമ്പൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.